സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഈ കഴിഞ്ഞ ദിവസം ചെറിയൊരു അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ പല ആളുകൾക്ക് ഈ സംഭവം അറിയാൻ പറ്റും, എന്നാൽ എന്നെപ്പോലെ അറിയാത്ത ചുരുക്കം ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളൊക്കെ വണ്ടികൾ കൊണ്ട് വെളിയിൽ പോകുന്ന ആൾക്കാരാണ്. ഞാൻ സെയിൽസിൽ പോകുമ്പോൾ നമ്മുടെ കമ്പനി വന്നിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ടൊയോട്ടയുടെ യാരിസിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി. ടയർ പഞ്ചറാക്കിയാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സാഗർ എലിയാസ് ജാക്കിനെ പരുതും. ഞാനും അതുപോലെ പരുതി. സാഗർ എലിയാസ് ജാക്കിനെ പരുതിയത് എവിടെയാണെന്ന് വെച്ചാൽ ഡിക്കിയിൽ. സ്വാഭാവികമായിട്ട് അവിടെയാണ് ഉണ്ടാകുക. ഡിക്കിയിൽ പരുതി, സാധനം കാണാനില്ല. അങ്ങനെ ഞാൻ പരുതിയിട്ട് ഡിക്കിയിൽ കാണാനില്ല. ഡിക്കിയിൽ കാണാനായിട്ട് ഞാൻ സ്വതവേ നമ്മളെ പാസഞ്ചർ സീറ്റിനടിയിലൊക്കെ ചില വണ്ടിയിലേക്ക് കാണാറുണ്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ അടിയിൽ നോക്കി കാണാനില്ല. അങ്ങനെ പിന്നെ ഇൻഫോം ചെയ്ത് വേറെ ജാക്കിയൊക്കെ വെച്ച് ഞാനത് ടയറൊക്കെ അയച്ചെടുത്തു. അങ്ങനെ ഞാൻ പിറ്റേന്ന് വെറുതെ വണ്ടി വണ്ടിയിൽ പരുതുമാണ് കാണുന്നത്. വണ്ടിയിൽ പരുതുമാണ് കാണുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ അല്ല ഇവിടെ നോക്കുമല്ലോ, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ കിടക്കാൻ കേട്ടോ. ജാക്കി ഇതിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്, ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ. യാരിസാണ് വണ്ടി കേട്ടോ. അത് എടുക്കണമെങ്കിൽ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും ഡ്രൈവർ സീറ്റ് മുന്നോട്ടാക്കിയ ശേഷം നമ്മളിതിൻ്റെ ബാക്കിൽ കൂടി പോയിട്ട് ഇതുണ്ട്, ഇതിൻ്റെ ലോക്ക് ഇവിടുന്ന് നീക്കിയിട്ട് എടുക്കലാണ്. ഇതറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ പെട്ട് കഴിഞ്ഞാൽ സാഗർ എലിയാസ് ജാക്കിനെ കണ്ടിട്ടില്ല എങ്കിൽ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ പരുത്. ചില വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ യാരിസിൽ ഇതുപോലെ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ 2-3 നമ്മളെ ഫ്രണ്ട്സുകളോടൊക്കെ ചോദിച്ചുതരാം, അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അല്ലേ ഞാൻ ചെയ്യില്ല. അറിയുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ എന്നെപ്പോലെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ഇത് മുന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഞാനോ കാർ എടുത്തിട്ട് പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിക്കാൻ നോക്കുമ്പോൾ എവിടെ അടിക്കേണ്ടതെന്ന് പെട്രോൾ ടാങ്ക് കാണാനില്ല എന്ന്. അപ്പോൾ പെട്രോൾ പമ്പിൽ ആളും പുതിയതായിരുന്നു അന്ന്. നോക്കുമ്പോൾ അറിയാലോ, ഞാനോ കാറിൻ്റെ ഫ്രണ്ട് ബോണറ്റ് തുറന്നിട്ടാണ് അതിൽ പെട്രോൾ അടിക്കുന്നത് പറയുന്നത്. അതുപോലെ ഇപ്പം ഞാൻ പരുതി കാണാതായി കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഒരു അനുഭവം വരുമ്പോൾ ഡ്രൈവർ സീറ്റിൻ്റെ അടി പരുതിയാൽ സാധനം കിട്ടും.